ഷോറൂം കണ്ടീഷനിലൊരു ഇന്നോവ ഇജ്ജാതിരായിട്ട് നമ്മളെ കയ്യിൽ വന്നിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. 2015 മോഡൽ ഓൾ ഒറിജിനൽ വരുന്ന വാഹനമാണ്. ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഒരു മൈനറായിട്ടുള്ള ആക്സിഡൻറ്റ് വരെ ഈ വാഹനത്തിൽ നിലവിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങളും ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇത് നിലവിൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. UP റേസറാണ്. കേരളത്തിലെ നമ്പർ ആക്കിയിട്ട് നമുക്ക് പാർട്ടിക്ക് കൊടുക്കാൻ കഴിയുക. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങളും മൈനറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റും ഈ വാഹനത്തിലില്ല. ഇത് കിലോമീറ്റർ ഓടിയുള്ളത് 1,71,000 A to Z ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. അതിൻ്റെ ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾ ഒറിജിനൽ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ഹെഡ്ലൈറ്റ് ഗ്രില്ല് കാര്യങ്ങൾ ഒക്കെ ഒറിജിനൽ സാധനം തന്നെയും ഉള്ളത്. ഒരു റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല. അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഷോറൂം കണ്ടീഷനിൽ വരുന്ന ഇൻറ്റീരിയർ ഭാഗങ്ങളാണ് കേട്ടോ. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുമ്പോഴേ പക്ക കണ്ടീഷൻ തന്നെ പറയാം. ഒരു നിലവിൽ ചെറിയൊരു മൈന്യൂട്ട് സ്ക്രാച്ച് പോലും ഈ വാഹനത്തിന്മല്ല കേട്ടോ. ഒരു ഡോർ പാഡിൻ്റെ ഒക്കെ ആ ഒരു കളർ തന്നെയാണ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 7 സീറ്റ് വാഹനമാണ് വരുന്നത് കേട്ടോ. ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലൊക്കെ പക്കയാണ്. അത് റൂഫും കാര്യങ്ങളൊക്കെ ആ ഒരു ഒറിജിനാലിറ്റി എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും കേട്ടോ. അതേപോലെ ഇതിൻ്റെ എൻജിൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിലേ ഒരു ചെറിയൊരു മൈനറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. അത് നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കട്ടോ. എൻജിൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷനാണ്. എല്ലാ ഭാഗങ്ങളും ഓക്കെയാണ് കേട്ടോ. ഇതിലാണെങ്കിലും ബോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും പറയേണ്ട ആവശ്യമില്ല. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 50% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഡയമണ്ട് കട്ട് അലോയ്സ് V ഓപ്ഷൻ ആയതുകൊണ്ട് ഡയമണ്ട് കട്ട് അലോയ്സാണ് 2015 ശേഷം വരുന്നത് കേട്ടോ. അതേപോലെ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിലും നിലവിൽ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല കേട്ടോ. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പക്ക ബോഡി ഷേപ്പിലൊരു വാഹനം തന്നെയാണ്. റൂഫും കാര്യങ്ങളൊക്കെ ഫുള്ള് പക്കയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചില ആളുകൾക്ക് ഇത് പ്രശ്നം ഉണ്ടാവില്ല. ഇതറിയുന്ന ആൾക്കാർക്ക് യാതൊരു പ്രശ്നവും ഈ ഒരു പൊട്ടുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ടോങ്ങുന്നൊക്കെ വരുന്ന ആളുകളേക്കാരം അപ്പോൾ ഇത് പറ്റാത്തവരുണ്ടാവും. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ചെറിയ മൈനർ കേസ് വരെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. കേരള വണ്ടി എടുക്കുന്നതിനാളും അതിലേറെ പെർഫെക്റ്റുള്ളൊരു വണ്ടി തന്നെയാണിത്. നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. ഈ വണ്ടിക്ക് ആകെ മൈനറായിട്ടുള്ളൊരു പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മൾ ഓടിച്ചു പോകുന്ന വാഹനമാണിത്. ഡൽഹിയിൽ നിന്ന് ഓടിച്ചു പോന്നപ്പം ഇവിടെ ചെറിയൊരു കല്ലടിച്ചിട്ടുണ്ട്. ഇത് 2 ലെയറാണ് ഗ്ലാസ് വരുന്നത്, ഒറിജിനൽ ഗ്ലാസ്. അപ്പോൾ പുറത്തത്തെ ലെയറിൽ ചെറുതായിട്ട് കല്ലടിച്ചിട്ടുണ്ട്. ഈ ഒരു പൊട്ട് അങ്ങോട്ടും ഇട്ടും ഒരിക്കലും നീങ്ങൂല. ഇത് കാലാകാലം ഈ ഒരു ടൈപ്പ് തന്നെ ഈ കാര്യം നിൽക്കട്ടോ. ഇങ്ങനത്തെ പൊട്ടായതുകൊണ്ട് അങ്ങോട്ടും ഇട്ടും നീളുന്ന പേടിക്കണ്ട. അത് നമുക്ക് ഗ്യാരണ്ടി തരാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ബോഡി കാര്യങ്ങൾ ഇൻറ്റീരിയർ ഭാഗങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു. ഒക്കെ പക്ക ഷോറൂം കണ്ടീഷനിൽ വരുന്നൊരു വാഹനമാണ്. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഇതുമ്പോൾ ലോണ് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 10,75,000 രൂപയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല കിടിലൻ വാഹനങ്ങളുടെ അപ്ഡേഷന് വേണ്ടി ചാനൽ ഫോളോ ചെയ്ത് കൂടെ മറക്കരുത്.